മന്നം ജയന്തി ആഘോഷത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കി രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനീഷ. ഗുഡ് മോർണിംഗ്. പാട്ടുണ്ടോ ഇന്ന്? പാട്ടൊക്കെ പഠിച്ചാണോ വന്നത്? ഇന്ന് പാട്ടൊന്നും, ഇന്ന് കാര്യം സീരിയസ് ആണ്. കാരണം NSSന്റെ മന്നം ജയന്തി ആഘോഷം, അതിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല, രമേശ് ചെന്നിത്തലയെ അവിടേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തക്കിടയിൽ പാട്ടിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാം. മന്നം ജയന്തി ആഘോഷത്തിൽ നിന്ന് വി.ഡി. സതീശനെ പൂർണ്ണമായും ഒഴിവാക്കുന്നു. രമേശ് ചെന്നിത്തലയെ ഈ പരിപാടിയിലേക്ക് NSS വിളിക്കുന്നു. അതിൽ പൂർണ്ണമായും പോകുമെന്നും താൻ പങ്കെടുക്കും. പഴയ സംഭവങ്ങളൊന്നും ഈ ഒരു അവസരത്തിൽ അത് പറയേണ്ട കാര്യമില്ല, വിഴുപ്പ് അലക്കേണ്ട എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തീർച്ചയായിട്ടും ഗിരിഷ, ഇതിനകത്ത് വലിയ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ NSS പെരുന്നയിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയം വെളിവാകുന്നത്. മുൻപ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള ശക്തമായ വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. അന്ന് വേദിയിൽ ശശി തരൂർ ഇരിക്കുമ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള കെ മുരളീധരൻ, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിൽ വന്നിരുന്ന ഈ പ്രസംഗം കേൾക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്റെ ഓർമ്മ 2023 മന്നം ജയന്തി ആഘോഷത്തിലാണ് ഇത്തരം ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ ആ കാലഘട്ടം മുന്നേ തന്നെ വി.ഡി. സതീശനുമായുള്ള ശക്തമായ വിയോജിപ്പ് NSS പുലർത്തിയിരുന്നു. കാരണം ചില പ്രസ്താവനകൾ, NSSനെതിരായിട്ടുള്ള വി.ഡി. സതീശന്റെ ചില പ്രസ്താവനകളോടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പ് ഇന്നും NSS തുടരുകയാണ് എന്നുള്ളതാണ് ഈ തീരുമാനത്തിലൂടെ വെളിവാകുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ആളെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പരിന്നയിലേക്ക് NSS ക്ഷണിക്കപ്പെടുന്നതിനുള്ളിലെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ചയാവുന്നത്. കാരണം പാർട്ടി പിടിക്കാൻ വേണ്ടി ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ വി.ഡി. സതീശൻ തകൃതിയായി കോൺഗ്രസിനുള്ളിൽ നടപ്പിലാക്കുമ്പോഴാണ് തങ്ങളുടെ പിന്തുണ വി.ഡി. സതീശനല്ല എന്നുള്ള ശക്തമായ സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് ഈ തീരുമാനത്തിലൂടെ NSS നൽകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയം വെളിവാകുന്നത്. കാരണം രമേശ് ചെന്നിത്തലയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, രമേശ് ചെന്നിത്തലയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് NSSന്റെ പരിപാടിയിലേക്ക് ക്ഷണം നൽകുന്നത് എന്നുള്ള സന്ദേശം കൂടി ഈ തീരുമാനത്തിലൂടെ NSS നൽകുന്നുണ്ട്. ഈ ചടങ്ങിൽ, മന്നം ജയന്തി ആഘോഷത്തിന്റെ ചടങ്ങിൽ, ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷകന്റെ റോളിലേക്കാണ് NSS ഈ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. വിശിഷ്ടാതിഥികൾക്ക് സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ വിശിഷ്ടാതിഥികൾക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാഷ്ട്രീയം വെളിവാകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് പരോക്ഷമായ ഒരു പ്രഖ്യാപനം കൂടി, സന്ദേശം കൂടി ഇതിലൂടെ NSS നൽകുകയാണ്. തങ്ങൾക്ക് വി.ഡി. സതീശനോട് ഒട്ടുമേ താല്പര്യമില്ല, മുൻപുണ്ടായിരുന്ന വിയോജിപ്പ് ഇപ്പോഴും തുടരുകയാണ്, ആ വിയോജിപ്പ് ഞങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ NSS കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. വിനിഷ, സനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പരോക്ഷമായ ഒരു സന്ദേശം മാത്രമല്ല, അതിപ്പോൾ പരസ്യമായ സന്ദേശം തന്നെയാവുകയാണ്. വി.ഡി. സതീശനോടുള്ള എതിർപ്പ്, അതിർത്തി കൃത്യമായി തന്നെ NSS പറഞ്ഞു വെക്കുന്നു. അതായത് ഏത് രീതിയിലാണ് രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായത് എന്ന രാഷ്ട്രീയമൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലേറ്റ ചേലക്കരയിലടക്കം വലിയ തോൽവി, പാലക്കാട് വോട്ട് വിഹിതം കുറഞ്ഞതടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് വരുന്നു. KPCC പുനഃസംഘടന വലിയ കീറാമുട്ടിയായി, വലിയ തലവേദനയായി കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് കൂടെ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ചെന്നിത്തലയെ പോയി വസതിയിൽ കാണുന്നു, AK ആന്റണിയെ പോയി വസതിയിൽ കാണുന്നു. കെ സുധാകരൻ ആ രീതിയിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കണ്ണൂരിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ MK രാഘവൻ MP-ക്കെതിരെ കോൺഗ്രസുകാർ തന്നെ വലിയ രീതിയിൽ പ്രത്യക്ഷ സമരവും പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ NSSന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. വി.ഡി. സതീശനല്ല പിന്തുണ, അത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് എന്ന് കൃത്യമായി തന്നെ, പരോക്ഷമായല്ല പരസ്യമായി തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. കാരണം കോൺഗ്രസ് പാർട്ടി പിടിക്കാൻ വേണ്ടിയുള്ള തകൃതമായ നീക്കം വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് നടപ്പാക്കുമ്പോൾ വി.ഡി. സതീശൻ വിരുദ്ധരായിട്ടുള്ള മറുചേരി സംഘടിതമായി മറുവശത്ത് സംഘടിക്കുകയാണ്. പ്രത്യേകിച്ച് കെ സുധാകരൻ, വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ
ആന്റണിയും അതുപോലെ തന്നെ ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാവിനെ സുധാകരൻ കാണുന്നു. രമേശ് ചെന്നിത്തലയെ മുമ്പ് രമേശ് ചെന്നിത്തലയും സുധാകരനും ഒക്കെ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നിരുന്നുവെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും ഒഴിവാക്കിയതിന്റെ ഭാഗമായി സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ മാനസികമായി അകലുന്ന ഒരു സാഹചര്യമാണ് അന്ന് കാണാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ സതീശനെതിരായിട്ടുള്ള ഒരു സംഘടിതമായ ഒത്തുചേരൽ മറുഭാഗത്ത് നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തലയും സുധാകരനും പോലെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളായിട്ടുള്ള ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സുധാകരൻ കാണുന്ന സാഹചര്യം ഉണ്ടായത്. KPCC പുനഃസംഘടന നടക്കുമ്പോൾ പാർട്ടി പിടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഒരു വശത്ത് സതീശൻ നടപ്പിലാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന നിലയിൽ ഇത്തരമൊരു രാഷ്ട്രീയ നീക്കവുമായി ഇറങ്ങിത്തിരിക്കുകയും പാർട്ടി പുനഃസംഘടനയിൽ തങ്ങളുടെ ആളുകളെ കൃത്യമായി പുനഃസൃഷ്ടിക്കണമെന്നുള്ള വ്യക്തമായ സന്ദേശത്തിന്റെ ഭാഗമായി ഇത്തരമൊരു നീക്കം നടക്കുന്നത്. അങ്ങനെ ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നതിനിടയിലാണ് മറുവശത്ത് NSSന്റെ പിന്തുണ കൂടി സതീശനെ നഷ്ടപ്പെടുന്നത്. സതീശൻ നഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ സതീശനോടുള്ള കാലങ്ങളായിട്ടുള്ള എതിർപ്പ്, NSS കാലങ്ങളായി സതീശനുമായി എതിർപ്പ് പുലർത്തുകയാണ്. മാനസികമായ അകൽച്ചയിലാണ്. NSSന്റെ പരിപാടികളിലേക്ക് സതീശനെ ക്ഷണിക്കാറില്ല. ഒരു തവണ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം കാണാൻ സമയം അനുവദിച്ചില്ല. പിന്നെ വിളിക്കാതെ അവിടെ ചെന്ന് അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സമീപനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ ശക്തമായ എതിർപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സതീശൻ പല പ്രാവശ്യം NSSനോട് അടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും തങ്ങൾക്ക് സതീശനോട് അടുപ്പമില്ല, തങ്ങൾ സതീശനെ ഒരു കൈ ദൂരത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് NSS അന്ന് മുതൽ നൽകിയിട്ടുള്ളത്. ആ സന്ദേശം NSS തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മുഖ്യപ്രഭാഷകന്റെ റോൾ നൽകുമ്പോൾ സതീശനെ പോലെയുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും NSS ഒഴിവാക്കുന്നത്. അവിടെയാണ് അതിന്റെ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് പാർട്ടി പിടിക്കാൻ വേണ്ടി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംഘടിതമായ നീക്കം സതീശൻ നടത്താൻ ഒരുങ്ങുമ്പോൾ മറുവശത്ത് സുധാകരന്റെ നേതൃത്വത്തിൽ സതീശനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മറുവിഭാഗം രംഗത്തുള്ളപ്പോഴാണ് NSS പൂർണ്ണമായും സതീശനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. വിനിഷ. ശരി, സനോജ് വ്യക്തമാണ്. NSS കൃത്യമായ അതൃപ്തി രേഖപ്പെടുത്തുന്നു സതീശിൻ്റെ നിലപാടുകളോട്. മന്നം ജയന്തി ആഘോഷ ചടങ്ങിലേക്ക് സതീശനെ തഴഞ്ഞുകൊണ്ട് മുഖ്യപ്രഭാഷകന്റെ റോഡിലേക്ക് രമേശ് ചെന്നിത്തലയാണ് NSS വിളിച്ചിരിക്കുന്നത്. ഇതിനും നേരത്തെയും മുൻപ് സതീശനോടുള്ള എതിർപ്പം NSS പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് സതീശനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യപ്രഭാഷകനായി വിളിച്ചിരിക്കുന്നത്. സതീശനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന സന്ദേശം കൃത്യമായി തന്നെ NSS ഇതിലൂടെ നൽകുകയാണ്. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.